ഇന്നേ എൻ്റെ അപ്പൂസ് ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും നല്ല ഹാപ്പിയാണ്. രാവിലെ എണീറ്റപ്പോൾ ഉപ്പതാ കന്നുകളൊക്കെ കേൾക്കുന്നുണ്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉമ്മ ബീഫ് തീമക്കാനുള്ള പരിപാടിയിലാണ്. പുകയില്ലാത്ത അടുപ്പത്തെ പുക മുഴുവൻ പുറത്തേക്കായിരുന്നു കേട്ടോ. സോണി അതൊക്കെ ശരിയാക്കി. ഇനി ഞാൻ അപ്പൂസിന് കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് കുറച്ച് നട്ട്സും കൂടെ കൊടുന്നു കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആൾ നേരെ മണ്ണൊക്കെ ഇറങ്ങി. ചിലർക്കൊക്കെ മണ്ണ് ഭയങ്കര പ്രശ്നമാണ്. കുട്ടികളെ മേലിലൊന്നും വെള്ളമോ മണ്ണൊന്നും ആവരുത് എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവന് മണ്ണിലും പൊടിയിലും മുറ്റത്തും തൊടിയിലും ഒക്കെ വളരണം എന്നുള്ളതാണ്. സഹജീവി സ്നേഹം വളർത്താനൊക്കെ ഇതെപ്പോഴും ബെറ്ററാണ്. അങ്ങനെ അബാനൊക്കെ വന്ന് അവൻ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലത്തെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ചെറിയ വന്നിട്ടുണ്ടായിരുന്നു. ജൂജുവിൻ്റെ കേടെന്ന സൈക്കിളിൽ അപ്പൂസ് 2 റൗണ്ട് പോയിട്ടോ. ആ സമയത്താണ് ചെറിയാപ്പ് വന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയിലെ ചെറുകോട് കളർ കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 കളർ കോഴിക്കുട്ടികളുണ്ട്. അപ്പൂസിന് ഇന്ന് വലിയ പെരുന്നാളാണ്. അത്ര ഹാപ്പിയാണ് കേട്ടോ. ആൾ കുറേ ബെഡൊക്കെ കൊണ്ടുപോയി വെക്കും, കുറേ കൊട്ടയിൽ വെക്കും. അങ്ങനെ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അവനിങ്ങനെ പിടിച്ചതാക്കുമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ കയറ്റി വെച്ചേക്കെ കേട്ടോ. ചോറ് റെഡി ആയപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞാനൊന്ന് കിടക്കാമെന്ന് വിചാരിച്ച് പോന്നപ്പോൾ അപ്പൂസ് എനിക്ക് താലോലം പാടി തന്നിട്ട് എന്നെ ഉറക്കട്ടോ. ഞാൻ ഉറങ്ങിയില്ല. ആളിതാ അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഈവനിങ്ങിൽ കുറച്ചുകൂടെ ഐസ്ക്രീം ഫ്രിഡ്ജിലുണ്ടായിരുന്നു. കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ അതിന് വന്നിട്ടുണ്ടായിരുന്നു റിച്ചു. അപ്പൂസൊക്കെ നല്ല കളിയായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അവൻ സോണിൻ്റെ കൂടെ കൂടി. ഇനി അവനെ കൊണ്ടുപോയി. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീണ്ടും കാണാം.